നമസ്കാരം. ഉച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കർക്കിടക സദ്യ കഴിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാ വർഷവും കർക്കിടക 1 മുതൽ ക്ഷേത്രത്തിൽ കർക്കിടക മാസം അവസാനിക്കുന്നവരെ ഇതുപോലെ നിത്യവും അന്നദാനമുണ്ട്. അന്നദാനമല്ല, സദ്യ. നിത്യ അന്നദാനം അല്ലാതെ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിത്യ അന്നദാനമുള്ള ക്ഷേത്രമാണ് ഉച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. അതിന് പുറമെയാണ് എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ വളരെ വിപുലമായിട്ടുള്ള സദ്യ, പായസം സഹിതം ഉള്ള സദ്യയാണ് ഉച്ചിറ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതുപോലെ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടി അകത്തോട്ട് കയറാൻ. ആയിരക്കണക്കിന് ആൾക്കാരാണ് ക്ഷേത്രത്തിൽ കർക്കിടക സദ്യ കഴിക്കാൻ വേണ്ടി എത്തുന്നത്. അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു സദ്യയാണ് ഉച്ചിറ ക്ഷേത്രത്തിലേത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കർക്കിടക സദ്യയാണ് ഉച്ചിറ ക്ഷേത്രത്തിലേത്. സദ്യയുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, അച്ചാർ, പായസം. ഇഷ്ടംപോലെ ആൾക്കാർ സദ്യക്ക് പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ ഭാരവാഹികളും അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ, ജോലിക്കാരായാലും വളരെ വൃത്തിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും വളരെ വൃത്തിയായിട്ടാണ് ഇവിടെ ഈ സദ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരാണ് നാനാ ദിക്കുകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഒഴുകി വരുന്നത്. സദ്യ കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ആരാധനയ്ക്ക് വേണ്ടി വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഓച്ചിറ ക്ഷേത്രം. ആരാധനയ്ക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ നാനാ ദിക്കുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ ഇവിടെ വന്നിട്ട് ക്ഷേത്രത്തിൽ അന്നദാനമൊക്കെ കഴിച്ചിട്ടായിരിക്കും മടങ്ങി പോകുന്നത്. അത്രയ്ക്ക് തിരക്കാണോ? ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ. സദ്യ കഴിച്ചിട്ട് വളരെ നല്ലതായിരുന്നു. ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഓച്ചിറ വഴിയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓച്ചിറ കർക്കിടക സദ്യ കഴിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്ക് അടിപൊളിയാണ് ഓച്ചിറയിലെ കർക്കിടക സദ്യ. നല്ല തിരക്കാണെങ്കിൽ ഇരുന്ന് കഴിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. കസേരകളുണ്ട്, എന്നാലും അതൊക്കെ വലിയ തിരക്കാണെങ്കിൽ കിട്ടാൻ വലിയ പാടായിരിക്കും. എന്നാലും ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഗസ്റ്റ് 15 വരെയാണ് ഈ ഒരു കർക്കിടക സദ്യ ഇനി ഇവിടെ ഉള്ളത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം 2 മണി വരെ എനിക്ക് തോന്നുന്നു ആൾക്കാർ വരുന്നതനുസരിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ കർക്കിടക സദ്യ കഴിക്കുന്നത് കേവലം വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രമല്ല, ഓച്ചിറ അപ്പൂപ്പൻ്റെ അനുഗ്രഹം കൂടി ലഭിക്കുമെന്നാണ് ഈ ഒരു സദ്യ കഴിച്ചാൽ അനുഗ്രഹം കൂടി ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. വെള്ളം കൂടെ ഇതേ വെള്ളം എടുത്ത് കുടിക്കും. ഇത് കുടിക്കാത്ത വെള്ളം എടുത്ത് കുടിക്കും.